അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മച്ചാമാരെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പണിയെന്ന് ചോദിച്ചാൽ ഗൈസ്, അപ്പോൾ KSRTC ഡ്രൈവിംഗ് ആണ് മച്ചാമാരെ. വീണ്ടും നമുക്ക് ആ ജോലിയാണ് ചെയ്യുന്നത്. ഈ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം 1 ലക്ഷം രൂപയൊക്കെ നമുക്ക് കിട്ടും. അന്ന് വെച്ചാൽ ഗൈസ്, അപ്പം നമുക്ക് നേരത്തെ ബസ് എടുക്കേണ്ട മച്ചാമാരെ. നമുക്കൊരു അശോക് ലൈലാൻഡിൽ നിന്ന് പുതിയൊരു ചേസ് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ജോലിയൊക്കെ ചെയ്യണം മച്ചാമാരെ. ഉടനെ തന്നെ നമ്മൾ കാലൊക്കെ ബസ് എടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കുറേ ജോലിക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം എപ്പിസോഡ് 5 വീഡിയോ ആണ് മച്ചാമാരെ. അപ്പം ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പലത് എനിക്ക് സപ്പോർട്ടൊന്നുമില്ല മച്ചാമാരെ. അപ്പം നമുക്ക് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ഓക്കെ ഇതാണ് ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡ് ഗൈസ്. അപ്പുറത്ത് തന്നെ, നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡ് ഇടുന്നത്. അപ്പോൾ വീണ്ടും പരേത് കണക്ക് ഒരു ബസ് സ്റ്റാൻഡൊക്കെ പുതുക്കി റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഉള്ള ബസ് ഇവിടെ കിടപ്പണം. നമുക്കാണെങ്കിൽ ഇവിടെ മഴയൊന്നും പെയ്യാത്ത രീതിയിൽ ഇവിടെ ഒതുക്കി വെക്കാം ഗൈസ്. നൈസിനൊന്ന് മാറിപ്പോയി ഗൈസ്. ഫുഡിൻ്റെ വ്ളോഗിൻ്റെ ഒരു റെസിപ്പി കണക്കായിപ്പോയി. ഓക്കെ മച്ചാമാരെ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറക്കല്ലേ ഗൈസ്. അപ്പം നമ്മൾക്ക് ബസ് ഇവിടുന്ന് എടുത്തിട്ടുണ്ടോ? ഓക്കെ പോട്ടെ തട്ടല്ലേ. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ ബസ് എടുത്ത് നേരെ നമ്മുടെ ഡ്രൈവിങ് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് കേസ് ഫ്രഷൊക്കെ ആയി. അതായത് ഉടനെ തന്നെ മുടിയൊന്ന് വെട്ടണം മച്ചാമാരെ. നല്ല ചൂടാണ് കേസ്. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ചൂടിൻ്റെ എത്രയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ മച്ചാമാരെ. അപ്പം നല്ല ചൂടാണ് കേസ്. ഈ ബസ്സിലിങ്ങോട്ട് ഓട്ടിക്കുന്നതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല മച്ചാമാരെ. അടുത്തൊരു ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. അവിടെ പക്ഷേ ബസ്സുകൾ കാണുമോയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ മിക്കവാറും ഇവിടെ ഒന്നും ബസ് സ്റ്റാൻഡുകളില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ ഗൈസ് ഇത് കണക്കുള്ള ബസ് സ്റ്റാൻഡ്. അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരും, എന്നിട്ട് പോകും. അങ്ങനെയാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റൂല. നമുക്ക് അങ്ങനെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നുകൊണ്ട് നമുക്കതിൽ പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുകളൊക്കെ നേരെ നമ്മൾ പോവുകയാണ് മച്ചാമാരെ. അപ്പം നമ്മളുകളൊക്കെ നേരെ നമ്മളെ റോട്ടിൽ അടിച്ചു വിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം നമ്മളുകളൊക്കെ നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് ആൾക്ക് കയറുന്നതിന് മുമ്പ് ഗൈസ് ആർമി ബേസിൻ്റെ ഫ്രണ്ടിക്കലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആർമി ബേസിൻ്റെ ഫ്രണ്ടിക്കട തന്നെ പോകുന്നതുകൊണ്ട് തന്നെ ഗൈസ് ഇവിടെ നമ്മളെ വണ്ടി ഇവിടെ സ്റ്റോപ്പാക്കാൻ നോക്കണേ. അപ്പം ആ റോഡിൽ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുവേ. ഓക്കെ കേസ്. ഓക്കെ ഗൈസ്, ഇവന്മാർ ചെക്ക് ചെയ്യാൻ ഓടി വരികയാണ് ഗൈസ്. നമ്മൾ ചെക്ക് ചെയ്യാൻ വരികയാണ്. ഓക്കെ, നമ്മളൊക്കെ നേരെ നമ്മൾ പോവുകയാണ് കേസ്. അപ്പം നമുക്കിവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് ഞങ്ങളൊക്കെ കയറാനുണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങളൊക്കെ നേരെ അങ്ങോട്ട് പോവാം കേസ്. വേറെ പണിയൊന്നുമില്ല കേസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പണി കേസ്. ബസ് ചേസ് എടുക്കണമെങ്കിൽ ഈ പണിയൊക്കെ ചെയ്ത് വേണം നമ്മൾ ഞങ്ങളൊക്കെ മുമ്പിലോട്ട് പോവാൻ മച്ചാമാരെ. അല്ലാതെ നമുക്ക് ഞങ്ങളൊക്കെ മണി കിട്ടത്തില്ല. ഓക്കെ കാർ ഷോറൂം കേസ്. അപ്പം നമുക്കിവിടെ സ്റ്റോപ്പുണ്ട്. ഓക്കെ, ഇൻഡിക്കേറ്റർ കേട്ട് നിർത്തിക്കോ. ഓക്കെ കേസ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് നിർത്താം. ഓക്കെ കേസ്. ഇപ്പോൾ ഇവിടെ ആയിട്ട് നിർത്താവേ, ഒതുക്കിയിടാം. ഇവിടെ ഒന്നും വല്ലാത്ത ബസ്സുകളില്ല ഗൈസ്. നമ്മളെ ബസ് മാത്രമേ ഉള്ളൂ ഗൈസ് ഇപ്പോൾ റൂട്ടിന് ഓടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാർ വന്ന് കയറും. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് 1 ലക്ഷം രൂപ സാലറി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഗൈസ് 1 ലക്ഷം രൂപ എന്തിനാണ് സാലറി എന്ന്. അപ്പോൾ അതിന് തന്നെയാണ് ഗൈസ് 1 ലക്ഷം രൂപ സാലറി വെച്ചേക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഡ്രൈവർമാരുടെ വേക്കൻസി ഇപ്പം ഭയങ്കര ഇതാണ് ഗൈസ്. ആരും ഇല്ല ഗൈസ്. ഇപ്പം ബസ് ഓടിക്കാൻ താല്പര്യമുള്ള ആരും ഇല്ല ഗൈസ് നമ്മളെ നാട്ടിലാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ് ഇതിന് നല്ലൊരു വില കൊടുക്കേണ്ടി വരും ഈ ഒരു ജോബിനും കാലൊക്കെ. ആർക്കും ഇഷ്ടമല്ല ഗൈസ് ഇവിടെ ബസ് ഓടിക്കുന്നത്. അതാണ് എല്ലാവർക്കും കാറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗൈസ്. പാവപ്പെട്ടവർക്കാണെങ്കിൽ നമുക്ക് ബസ് തന്നെ വേണം ഗൈസ്. പാവപ്പെട്ടവരൊക്കെ പിന്നെ എന്താത്തിൽ പോകാനാണ് ഗൈസ്. ഇതേണക്കത്തെ ബസ്സിലാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ടിക്കറ്റ് റേറ്റ് കേട്ടാൽ പാവപ്പെട്ടവർക്ക് ഓടിപ്പോവും. ഒരു ആൾക്ക് 100 രൂപ വെച്ചാണ്. അതാണ് ഗൈസ് നമുക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നത്. ഇവിടെ ടോട്ടൽ ഗൈസ് ഈ ബസ്സിൽ 10,000 പേര് കയറും ഗൈസ്. നമ്മൾ ഷിഫ്റ്റിംഗ് ആണ് ഗൈസ്. നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ ഉള്ളു ഗൈസ്. പിന്നെ ഷിഫ്റ്റ് എല്ലാവരും 10,000 പേര് 1000 പേര് കയറും നമ്മളെ ബസ്സിൽ. എനിക്കത് കറക്റ്റായിട്ട് അറിഞ്ഞോളൂ ഗൈസ്. അപ്പം നമുക്ക് നിങ്ങളൊക്കെ നേരെ നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അടുത്ത സ്റ്റോപ്പിലോട്ട് പോകാം ഗൈസ്. അടുത്ത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. മാപ്പ് നോക്കി പോകണം. മാപ്പാണെങ്കിൽ സൂം ചെയ്യാനും പറ്റുന്നില്ല ഗൈസ്. ഡിസ്പ്ലേ അടിച്ചു പോയിരിക്കുകയാണ്. സൂം ചെയ്യുന്ന ഡിസ്പ്ലേ ഗൈസ്. ബാക്ക് ക്യാമറയും ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്കാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വർക്ക്ഷോപ്പിൽ കയറേണ്ടതുണ്ട്. ബസ്സിൻ്റെ എല്ലാ റൂട്ടും കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് കയറാം മച്ചാമാരെ.
അപ്പം അതുപോലെ തന്നെ ഗൈസ് നമ്മൾ എപ്പിസോഡായിട്ട് തന്നെയാണ് ഗൈസ് ഈ ഒരു വീഡിയോ ഇടുന്നത്. എന്ന് വെച്ചാൽ ഗൈസ് നമുക്ക് ലാസ്റ്റ് ആണെങ്കിൽ അടിപൊളി ഒരു ബസ് എടുക്കണം ഗൈസ്. അപ്പം ഒരു ലൈലാൻഡിൻ്റെ ഒരു അടിപൊളി ഒരു ചേസ് എടുക്കണം ഗൈസ്. എന്നിട്ട് അത് പണിയണം മച്ചാന്മാരെ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഗൈസ്. ഞാനാണെങ്കിൽ ബസ് ക്ലീനറൊക്കെ ആയിട്ട് പോയി നിൽക്കാൻ നേരം ഗൈസ് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഒരു ബസ് ഗൈസ്, പുത്തൻ ചേസ് ഇറക്കാൻ. അപ്പം എല്ലാവരും ആ ഒരു വീഡിയോ കാണുക ഇഷ്ടമാരെ. അപ്പം എല്ലാവരും കാണുന്നത് നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും അത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കാണെങ്കിൽ നേരെ അടുത്തടുത്തോട്ട് പോകാം ഗൈസ്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറാം. ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ കളക്ക് ഇവിടെയാണ് ഗൈസ് അടുത്ത ബസ് സ്റ്റാൻഡ് വരുന്നത്. അപ്പം ഇവിടെ വലുതായിട്ട് ഇവിടെയാണ് ഗൈസ് ഒറിജിനൽ ബസ് സ്റ്റാൻഡ് കണക്ക് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് ഉള്ള കണക്കത്തെ ഒരു ബസ് സ്റ്റാൻഡാണ് ഗൈസ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള കണക്കത്തെ ഒരു ബസ് സ്റ്റാൻഡ് ഗൈസ്. അപ്പം ബസ് സ്റ്റാൻഡാണിത്. ഓക്കെ അങ്ങനെ ആൾക്കാരെല്ലാം കയറി പെട്ടെന്ന് കയറി. ഇവിടെ ഗൈസ് നമുക്ക് 2 മിനിറ്റ് ആണ്ടേ ഉള്ളൂ ഗൈസ് ഇവിടെ ഒരു സ്റ്റോപ്പ്. ഇനി അടുത്ത് നമുക്ക് നേരെ നമ്മളെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാനുള്ള സമയമായി ഗൈസ്. ഇതിന് വല്ലതും തിന്നാൻ കൊടുത്താലല്ലേ മച്ചാന്മാരെ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കാണെങ്കിൽ ഇതിന് തിന്നാൻ കൊടുക്കണം മച്ചാന്മാരെ ഗൈസ്. ഒരു ലംബോർഗിനിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഇതാണക്കത്തെ ലംബോർഗിനിക്ക് എന്നാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ പാവപ്പെട്ടവനാണ് ഗൈസ്. ചെറിയൊരു ബൈക്ക് മാത്രം. പിന്നെ ഡിഫൻഡർ ആണെങ്കിൽ വെറും ഒരു കമ്മിയാണ് ഗൈസ്. അതിനകത്ത് എഞ്ചിനും ഇല്ല, ടയറും ഇല്ല, ഒന്നുമില്ല ഗൈസ്, ബോഡി മാത്രം. ഒരുത്തൻ ഗിഫ്റ്റ് ആണ്ട് തന്നതായിരുന്നു എനിക്ക് അന്ന്. ഡിഫൻഡറിൻ്റെ കാര്യം പറഞ്ഞ ഗൈസ്, ഡിഫൻഡർ കയറി വരുന്ന കണ്ടു ഗൈസ്. അപ്പം കാണുമ്പം കൊതിയാവും ഗൈസ്. വീട്ടിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ട്. എല്ലാവരും അതാണ് ഗൈസ് ചോദിക്കുന്നത്. നമുക്കല്ലേ അറിയാം ഗൈസ്. നമുക്ക് നേരെ പെട്രോൾ അടിക്കാം. നീ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഗൈസ് നമുക്ക് നാളൊക്കെ നേരെ പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട്. ഒരു 1000 രൂപയ്ക്ക് അടിച്ചു. ഓക്കെ ഗൈസ് നമ്മൾ 1000 രൂപയ്ക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അതിന് അടുത്ത ഡ്രൈവറിന് പെട്രോൾ അടിക്കേണ്ടുള്ള ആവശ്യമില്ല മച്ചാന്മാരെ. നമ്മൾ പെട്രോൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എൻ്റെ പൊന്നോ, എൻ്റെ 5000 രൂപ പോയി. ഞാൻ ഇവിടുത്തെ സർക്കാരിൻ്റെ പോസ്റ്റ് ഇടിച്ചിട്ടു. 2 പോസ്റ്റ് 10000. ഓക്കെ 9000 രൂപ ഇന്നത്തെ സാലറിക്ക് കിട്ടത്തോളൂ. ഇത്രയും നാൾ നമ്മൾ ജോലി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗൈസ് 20 ലക്ഷം രൂപ ഇരിപ്പുണ്ട് ഗൈസ്. ചേസിനാണെങ്കിൽ 25000 രൂപയാണ്ടാണ്. അപ്പോൾ ഫുള്ള് 25000 ബസ്സെല്ലാം പണിയുമ്പോൾ തന്നെ 1 കോടി അടുപ്പിച്ചൊക്കെ വരും മച്ചാന്മാരെ. എന്തായാലും നമുക്കാണെങ്കിൽ അടുത്ത് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വരുന്നവരെ കയറ്റാം. വാ. ഓക്കെ നമുക്കടങ്ങിൽ അപ്പുറത്തിറക്കി ഇടാൻ മച്ചാന്മാരെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനും ആൾക്ക് ഇന്ന് ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നീ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർ വരണം ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് ട്രെയിൻ വന്നതിന് ശേഷമാണ് ഗൈസ് നമുക്ക് ഈ ഒരു ബസ് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്ന് ചോദിച്ചാൽ ഗൈസ് ആൾക്കാർ വന്ന് കയറേണ്ട ഗൈസ്. ട്രെയിനിൽ വന്നതിന് ശേഷമാണ് ഗൈസ് ആൾക്കാരെല്ലാം വന്ന് കയറുന്നത്. അപ്പം നമുക്ക് ട്രെയിൻ വരുന്നവരെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് അല്ല ഗൈസ്, ഒരു 9 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇവിടെ നിൽക്കണം ഗൈസ്. ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ട്രെയിൻ വരുമ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കയറി നോക്കാം. ഒരു പ്രത്യേക ഒരു സുഖമാണ് ഗൈസ്. ഏതാണ് ഗൈസ്? ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് പോവാം, എക്സ്പ്രസ് ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ഗൈസ്. ഗുഡ്സ് ഗൈസ് ഇവിടെ നിർത്തിയിട്ടുള്ള ഒരാവശ്യമില്ല ഗൈസ്. ഗുഡ്സ് വന്നാലും ഗുഡ്സിലെ ആൾക്കാരൊന്നും വരത്തില്ല ഗൈസ്. എൻ്റെ പൊന്നോ, ഇത്രയും നേരം ഇവിടെ നിർത്തിയിടണ്ടായിരുന്നു. അതായിരുന്നു ഗൈസ് ഞാനിപ്പോൾ ഒരു ഇത് വെച്ച് നോക്കുന്നത്, സൂമിൽ ലെങ്സ് വെച്ച്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റും ഗൈസ്. ഗുഡ്സ് ആണ്, അതാ സാധാ ട്രെയിനാണ്, അതാ ഏത് ട്രെയിനാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഗൈസ് അപ്പോൾ ഞാൻ നോക്കുന്നത്. അപ്പം നമുക്ക് ആളൊക്കെ നേരെ കയറാം. ഓക്കെ, ഇത്രയും നേരം നമ്മൾ നിർത്തിയിട്ട് എത്രയോ സമയം പോയി ഗൈസ്. അപ്പം നമുക്കിന്ന് ചെറിയൊരു ഗ്രാമത്തിൽ കൂടെ പോകാം ഗൈസ്. അപ്പം ഇത്രയും നാൾ ഈ ഗ്രാമത്തിലൂടെ ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഗൈസ് വീണ്ടും നമുക്ക് ഗ്രാമത്തിലൂടെ ഓട്ടോ ഒക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ഗ്രാമത്തിലൂടെയൊക്കെ ആൾക്കാരൊക്കെ കൊണ്ടാക്കാം ഗൈസ്. ഇനി നാളെ നമുക്ക് പ്രൈവറ്റ് ബസ് ഓട്ടിക്കലാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നാളത്തെ പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോ ഇതിനെക്കാട്ടി കിണ്ണമായിരിക്കും. അപ്പം ഇന്ന് ചെറിയൊരു എനിക്ക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഗൈസ് ഇന്ന് ഇച്ചിരി ചെറിയതായിട്ടൊരിത്. അപ്പോൾ ഗൈസ് നമുക്ക് നാളെ സെറ്റാക്കാം ഗൈസ്. നാളെ അപ്പോൾ പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ എല്ലാവരും കാണുക ഗൈസ്. അപ്പോൾ എപ്പിസോഡായിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഗെയിമിനകത്ത് നമ്മൾ അശോക് ലൈലാൻഡ് കൊണ്ടുവന്ന് നമ്മൾ ചേസ് എടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത് മച്ചാന്മാരെ. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റോപ്പിലോട്ട് പോവുകയാണ് മച്ചാന്മാരെ. ഇവിടുന്ന് ആൾക്കാരൊക്കെ അടുത്ത് നേരെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ എത്രമാത്രം സപ്പോർട്ടുണ്ടോ അത്രമാത്രം നമ്മൾ വീണ്ടും വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ചേസ് എടുക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്.
ഒരു ആൺചെറുക്കൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഗേസ് ഒരു ബസ് ചേസ് എടുത്തതിന് ശേഷം അത് ബസ്സൊന്ന് പണിഞ്ഞെടുക്കണം. അതാണ് ഗേസ് നമ്മുടെ ഒരു ആഗ്രഹവും കാളൊക്കെ. പക്ഷേ അത് നടക്കുമോ നമുക്ക് അറിഞ്ഞൂടാ. അതാണ് ഗേസ് എല്ലാവരുടെയും പ്രശ്നം ഗേസ്. അപ്പം നമുക്ക് കാളൊക്കെ നേരെ നമുക്ക് പോവാം മച്ചാന്മാരെ. അടുത്തതായിട്ട് ഗേസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് ഗേസ്. ബസ് സ്റ്റാൻഡിൽ പോയതിന് ശേഷം വീട്ടിൽ പോകാം ഗേസ്. എനിക്ക് ഇത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം ഗേസ്. നല്ല ഉച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ട് ഗേസ്. അടുത്ത ഡ്രൈവറാണ് ഗേസ് കിടന്ന് പൊരിയാൻ പോകുന്നത്. രാവിലെ വലിയ ചൂടില്ല കൊച്ചാന്മാരെ. വൈകിട്ട് രാത്രി പിന്നെ ഒരു കുഴപ്പമില്ലാത്തതാണ്, ഉറക്കം വരുമെന്നേ ഉള്ളൂ ഗേസ്. അപ്പോൾ ഷിഫ്റ്റാണ് ഗേസ്. 24 മണിക്കൂർ ഓടുന്ന ബസ്സാണിത്. അതാണ് ഗേസ് ബ്രേക്കിങ്ങും ക്ലച്ചിങ്ങും എല്ലാത്തിനും കുഴപ്പം. ഓക്കെ മച്ചാന്മാരെ, എൻ്റെ പൊന്നോ ഗേസ് നല്ല രീതിക്ക് നമ്മൾ കുഴഞ്ഞിട്ടുണ്ട് ഗേസ്. ഇതിനകത്താണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനോ തിന്നാനോ പറ്റത്തില്ല ഗേസ്. അപ്പം നിങ്ങൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യുക ഗേസ്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ മച്ചാന്മാരെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.